KNM വിഭാഗത്തിന്, മർക്കസുദഅവ വിഭാഗത്തിന് എല്ലാം സംഭവിച്ച അബദ്ധം, അഭൗതികം എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറം എന്നാണ് അവർ അതിന് വ്യാഖ്യാനം പറഞ്ഞത്. അസ്ബാബുകൾക്കപ്പുറം എന്നല്ല, പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറം. അപ്പൊ കണ്ണിൽ കാണാത്തത് അതെല്ലാം അഭൗതികം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അബ്ദുസ്സലാം സുല്ലമി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു, ജിന്നുകൾക്കോ മലക്കുകൾക്കോ മനുഷ്യരെ സഹായിക്കാനോ ഉപദ്രവിക്കാനോ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ആ വിശ്വാസത്തിൽ ശിർക്കും കുഫ്റും സംഭവിച്ചു. കാരണം എന്താ, ജിന്നുകൾ നമ്മളെ കണ്ണിൽ പെടുന്നില്ല, മലക്കുകളെ നമ്മൾ കാണുന്നില്ല. അപ്പൊ നമ്മൾ കാണാത്തതൊക്കെ അഭൗതികം. അതുകൊണ്ട് മലക്ക് നമ്മെ സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്ക്, ജിന്ന് നമ്മെ ഉപദ്രവിക്കുന്നു വിശ്വസിച്ചാൽ ശിർക്ക്. കാരണം മലക്ക് സഹായിക്കണമെങ്കിൽ അഭൗതികമായി സഹായിക്കണം, ജിന്ന് ഉപദ്രവിക്കണമെങ്കിൽ അഭൗതികമായി ഉപദ്രവിക്കണം. അതുണ്ടാവില്ല എന്നവർക്ക് പറഞ്ഞു വെക്കേണ്ടി വന്നു. അപ്പോഴാ ചോദ്യം വന്നത്, അങ്ങനെയാണെങ്കിൽ ബദറിൽ മലക്കൾ ഇറങ്ങി എന്ന് ഖുർആൻ പഠിപ്പിച്ചുവല്ലോ, അതെങ്ങനെ വിശ്വസിക്കും? അത് വിശ്വസിച്ച തൗഹീദ് പൊളിയിലെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബദറിൽ മലക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പൊ സൂറത്ത് അംഫാലിലുണ്ടല്ലോ 5000 മലക്കൾ ഇറക്കാമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നു വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? അദ്ദേഹം ന്യായം കണ്ടെത്തി, ഇറക്കാമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നേ ഉള്ളൂ, ഇറക്കി എന്ന് പറഞ്ഞിട്ടില്ല. സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്, ഇറക്കിയിട്ടില്ല. അപ്പൊ മലക്കൾ ഇറങ്ങിയ ഓരോ വിശദാംശങ്ങൾ ഹദീസിൽ വന്നല്ലോ. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്, മറ്റ് മലക്കുകൾ വന്നത്, അവിടെ യുദ്ധം ചെയ്തത് എല്ലാം ഹദീസിലുണ്ടല്ലോ. ആ ഹദീസ് എല്ലാം ഖുർആനെതിരാണ്, അപ്പൊ സ്വീകാര്യമല്ല എന്ന് പറയേണ്ടി വന്നു. സിഹിറിൽ ജിന്നുകൾ സഹായിക്കുന്നുവല്ലോ, സാഹിറിനെ ജിന്നുകൾ ഇടപെടുന്നുവല്ലോ, എങ്കിൽ ജിന്ന് ഇടപെടുമെന്ന് വിശ്വസിക്കാൻ പറ്റൂതല്ലോ, അപ്പൊ സിഹിർ ഉണ്ടാകാൻ പറ്റൂതല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ജിന്ന് ഇടപെടുന്നില്ല, സിഹിറിന് യാഥാർത്ഥ്യവുമില്ല. അപ്പൊ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് പറയുന്ന ധാരാളം ഹദീസ് ഉണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, ആ ഹദീസ് ഒന്നും സ്വീകരിക്കാൻ പറ്റൂല, അതൊക്കെ ഖുർആനെതിരാണ്, തൗഹീദിനെതിരാണ്. അവിടെ അത്തരം ഹദീസ് എല്ലാം ഒഴിവാക്കണം. ഇതാണ് അവർക്ക് സംഭവിച്ച അബദ്ധം. അതാണ് മർക്കസുദ്ദഅവ എന്ന് പറയുന്ന വിഭാഗം ആശയമായി സ്വീകരിച്ചത്. ആ ആശയം സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായും പല ഹദീസുകളും പ്രശ്നമായി. അത്തരം ഹദീസ് എല്ലാം അവർ തിരസ്കരിക്കാൻ നിർബന്ധിതരായി മാറി. അങ്ങനെയാണ് ഖുർആനെതിരായ ഹദീസ് സ്വീകാര്യമല്ല എന്ന തലതിരിഞ്ഞ ഒരു ആശയത്തെ സ്വീകരിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും വേറെയും ചോദ്യം വന്നു, എന്നാൽ ഈ ഹദീസ് ഖുർആനെതിരല്ലേ? എന്നാ അതും വേണ്ട. മറ്റേ ഹദീസ് ഖുർആനെതിരല്ലേ? എന്നാ അതും വേണ്ട. അവസാനം അമ്പിയാക്കളെ ശരീരം മണ്ണ് ഭക്ഷിക്കുകയില്ല, ഭൂമി തിന്നുകയില്ല എന്ന ഹദീസ് ഖുർആനെതിരാണ് എന്ന് സ്വയം വാദിച്ചു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും, മണ്ണെന്ന് പടച്ചു, മണ്ണിലേക്ക് മടക്കും എന്നല്ല പറയുന്നു. ഈ ഹദീസ് പറയുന്നു അമ്പിയാക്കളുടെ ശരീരം മണ്ണ് ഭക്ഷിക്കൂല, അപ്പൊ ആയത്തിനെതിരാണ്. അതുകൊണ്ട് ഈ ഹദീസ് സ്വീകാര്യമല്ല. ഇങ്ങനെ നോക്കുമ്പോൾ പല ഹദീസും പ്രശ്നമായി മാറി. അതിനെല്ലാം ഒന്നുകിൽ വ്യാഖ്യാനിച്ചു, അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു. അന്ന് KNM അതിശക്തമായി അവർക്കെതിരെ നിലകൊണ്ടു. 2002 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിൽ അത്തരക്കാർക്കെതിരെ ശക്തമായി KNM പ്ലാറ്റ്ഫോമിൽ നമ്മളെല്ലാം ഒന്നിച്ചെന്നുകൊണ്ട് അവർക്കെതിരെ പോരാടി. എന്നാൽ 2007 മുതലുള്ള കാലഘട്ടങ്ങളിൽ 2010-11 കാലമായപ്പോഴേക്ക് ആ ആളുകളെ കൂട്ടിപ്പിടിക്കാനും അവരുമായി ഐക്യപ്പെടാനുമുള്ള താല്പര്യം ചിലർക്ക് ജനിക്കുകയും അങ്ങനെയുള്ള ഹദീസ് നിഷേധികളെ കൂടി KNM എന്ന മഹാപ്രസ്ഥാനത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അത് ശരിയല്ല, അവിടെ നിലപാട് ശരിയല്ല, അവിടെ അസുതനം തെറ്റിയിരിക്കുന്നു, തൗഹീദ് ശിർക്കിന്റെ മാനദണ്ഡം തന്നെ അവർ മാറ്റിപ്പണിതവരാണ്, അവരുമായി ഐക്യപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പറ്റാത്തവർ മാറി നിൽക്കട്ടെ, നമുക്ക് അവരെ ഐക്യപ്പെടുത്തണം. അവിടെയാണ് KNM എന്ന പ്രസ്ഥാനത്തോട് സലാം ചൊല്ലി മാറി നിൽക്കേണ്ടി വന്നത്. അങ്ങനെ എല്ലാവരും മാറി നിന്നപ്പോൾ അത്തരം ആളുകളെ മർക്കസുദ്ദഅവക്കാരെ അവർ സ്വീകരിച്ചു, ഐക്യ സമ്മേളനം നടത്തി. എല്ലാ ഹദീസ് നിഷേധങ്ങൾക്കും KNM എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ അതുവഴി വഴിയൊരുക്കി കൊടുത്തു. KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുതൽ ഇന്ന് KNM ഉത്തരവാദപ്പെട്ട ദഅ്വാ രംഗത്തുള്ള പല ദാഇമാരും ആ പഴയ ഹദീസ് നിഷേധത്തെ അതേപടി കൊണ്ടെടുക്കുന്നവരും അതിനെയെല്ലാം പരിഹസിക്കുന്നവരും പല ഹദീസുകളെയും ഇപ്പോഴും പച്ചക്ക് ചോദ്യം ചെയ്ത് പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്നവരും തന്നെയാണ്.
ശാഖ മുതൽ സംസ്ഥാന തലം വരെയുള്ള അതിൻ്റെ പല സ്ഥാനമാനങ്ങളും കൈകാര്യം ചെയ്യുന്നവർ. അതുകൊണ്ടാണ് അവരുമായി യോജിച്ചു പോകാൻ നമുക്ക് പ്രയാസമുണ്ടെന്ന് പറഞ്ഞത്. അവിടെയാണ് മൻഹജ് വീണ്ടും ചർച്ചയായത്, അവിടെയാണ് ജിന്ന് ചർച്ചയായത്, അവിടെയാണ് സിഹർ ചർച്ചയായത്. അല്ലാതെ ഒരാളും ജിന്നിനെ വിളിക്കാൻ പോയിട്ടല്ല, ഒരാളും ജിന്നിനെ വിളിക്കാമെന്ന് വാദിച്ചിട്ടല്ല, അത് പറ്റുമെന്നോ അത് ചെയ്യാമെന്നോ പറഞ്ഞിട്ടല്ല, അത് പറയുകയുമില്ല, ഒരാൾക്കും പറയാൻ കഴിയുകയുമില്ല. നേരെ മറിച്ച് ഇത്തരം ഹദീസ് നിഷേധങ്ങളെ ഔദ്യോഗികമായി ഏറ്റെടുക്കാനും അതിന് വേദി ഒരുക്കാനും ചില ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യം നമ്മൾ എതിർത്തു. ആ എതിർപ്പ് വിലപ്പോവില്ല എന്നായപ്പോൾ എങ്കിൽ ശരി, അതിനെ കൂടെ സഹകരിക്കാൻ നമുക്ക് സാധ്യമല്ലെന്ന് പറയുകയും 2012 വരെയുള്ള കാലഘട്ടം 950 മുതലുള്ള ഒരു 60-62-70 കൊല്ലക്കാലം എന്താണോ മുജാഹിദ് പ്രസ്ഥാനം KNM എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഔദ്യോഗികമായി പറഞ്ഞ ആശയം, ആ ആശയത്തെ സംരക്ഷിക്കാൻ വേണ്ടി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ഹദീസ് നിഷേധങ്ങളെ കൂട്ടിപ്പിടിച്ചവർ ആ പഴയ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഈ കഴിവ് എന്ന വിഷയത്തിൽ തന്നെയാണ് എല്ലാ വ്യതിയാനങ്ങളും കടന്നു വന്നത്. അഭൗതികമായ കഴിവെന്ന് പറയുമ്പോൾ കണ്ണിൽ കാണാത്തത് എന്ന് ഒരു കൂട്ടർ അർത്ഥം വെച്ചു, അത് വ്യതിയാനമായി. മറ്റൊരു കൂട്ടർ മറുവശത്ത് പറഞ്ഞു അഭൗതികമായ കഴിവ് ഭൗതികമായ കഴിവ് എന്നൊന്നുമില്ല, അല്ല കഴിവ് കൊടുത്താൽ ആർക്കും എന്തും പറ്റും, അതാ കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞ സമസ്തക്കാർ രംഗത്ത് വന്നു. കറാമത്തിനെ മുഴുജത്തിനെ കൊടുത്ത കഴിവ് എന്ന ദുർവ്യാഖ്യാനം പറഞ്ഞ് അല്ല കഴിവ് കൊടുത്താൽ പിന്നെ ആർക്കും എന്തും ചെയ്യാം, എല്ലാം കാണാം, ലോകത്തെവിടെ വിളിച്ചാലും വിളി കേൾക്കും, എവിടെയും ഓടിയെത്തും, എല്ലാം സഹായിക്കും, അതിന് കണ്ണാവശ്യമില്ല, കാതാവശ്യമില്ല, കൈ ആവശ്യമില്ല, അല്ലാഹു തആല ചെയ്യുന്നതെല്ലാം മഹാന്മാരും ചെയ്യുമെന്ന് സമസ്തക്കാർ പറഞ്ഞു വെച്ചു. ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റ് തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു, അള്ളാഹു ചെയ്യുന്ന എല്ലാം മഹാന്മാരെ ചെയ്യും. CM സ്മരണികൾ എഴുതി വെച്ചു, അള്ളാഹു കാണും പോലെ കാണും, അല്ല കേൾക്കും പോലെ കേൾക്കും, അല്ല പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കും. എന്തുകൊണ്ട്? സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി. അള്ളാഹ്ക്ക് സ്വയം കഴിവ്, പടപ്പുകൾക്ക് സ്വയം കഴിവില്ല, അല്ല കൊടുത്ത കഴിവ്, അത് വിശ്വസിച്ചാൽ പിന്നെ പ്രശ്നമില്ല എന്ന തലതിരിഞ്ഞൊരു ഒരു വാദം മറുവശത്തും വന്നു. ഇത് രണ്ടിനും മധ്യയാണ് അഹ്ലുസുന്നയുടെ നിലപാട്. അല്ലാഹു തആലക്ക് മാത്രമാണ് കഴിവുള്ളത്, അല്ലാഹു തആല മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ സൃഷ്ടികൾ ചെയ്യുന്നത് അല്ലാഹു നിശ്ചയിച്ചു കൊടുത്ത അസ്ബാബുകൾ അടിസ്ഥാനമാക്കി മാത്രമാണ്. അസ്ബാബിനതീതമായി വ്യവസ്ഥകൾക്കതീതമായി പ്രവർത്തിക്കാൻ ഒരു പടപ്പിനും കഴിയില്ല. അത് മുസബ്ബിബുൽ അസ്ബാബായ കാരണങ്ങളാക്കിയവനായ അല്ലാഹു തആലക്ക് മാത്രമേ സാധിക്കൂവെന്ന അടിസ്ഥാനമാണ് നാം സ്വീകരിച്ചു പോരുന്നത്. അതുപ്രകാരം ഒരു ഹദീസിനെ പോലും തള്ളേണ്ടി വരുന്നില്ല, ഒരു ഹദീസിനെ പോലും നമുക്ക് പരിഹസിക്കേണ്ടി വരുന്നില്ല. ഒരു ഹദീസ് പോലും അത് ശരിയല്ലെന്നോ ഖുർആനെതിരാണ് എന്നോ ബുദ്ധിക്കെതിരാണ് എന്നോ അസ്വീകാര്യമാണ് എന്നോ പറയേണ്ട ഒരു ഗതികേട് ഇന്നേ വരെ അൽഹംദുലില്ലാഹ് ഈ കൂട്ടായ്മക്ക് ഉണ്ടായിട്ടില്ല എന്നത് തന്നെ നമ്മുടെ നിലപാടുകൾ കൃത്യമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അല്ലാഹു തആല ശരിയുടെ പക്ഷത്ത് എന്നും ഉറച്ചു നിൽക്കാനും ആ ശരിക്ക് വേണ്ടി ആത്മാർത്ഥമായി സേവനങ്ങൾ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി നമ്മെയും നമ്മുടെ കൂട്ടായ്മയും എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.